ഇറ്റ്സ് മീ ഡൈന. വെൽക്കം ടു മൈ അനദർ വീഡിയോ. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം നിങ്ങൾ കണ്ടല്ലോ, ഇത് മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോ. അപ്പോൾ ഇന്ന് വൈകിട്ട് കെസിക്കും ലിയോണും ഇന്ന് കോച്ചിങ് ഉണ്ട്, നമ്മുടെ ബാസ്കറ്റ് ബോൾ ഉണ്ട്. അപ്പോൾ അവർ പോകുന്നതിന് മുന്നേ ഒരു ഹെൽത്തി സ്നാക്ക് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ മധുരക്കിഴങ്ങ് ബോയിൽ ചെയ്യണം, അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ചട്നി ഉണ്ടാക്കണം. അപ്പം ഞാൻ ഈ പറമ്പ് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പറമ്പിൽ നിന്ന് വല്ലതും കിട്ടിയതായിരിക്കും. അല്ല, ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുകയാണ്. പിന്നെ ചട്നിക്ക് കുറച്ച് കറിവേപ്പില പറിക്കണം, അത്രേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് നമുക്ക് പോയിട്ട് ഇത് ബോയിൽ ചെയ്യാം, പിന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കാം. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് പറയുമ്പോൾ ഒരുപാടുണ്ട്. കാരണം ഇതിൽ എത്ര വൈറ്റമിൻസ് ഉണ്ടെന്ന് പറയുന്നത്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, B6 ഉണ്ട്, പിന്നെ ഫൈബർ ഉണ്ട്, കാർബ്സ്, ദിസ് എ ഗുഡ് കാർബ്. അപ്പോൾ എവറി ഡേ നമുക്ക് ഇതുപോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ആഴ്ചയിൽ ഒരു വട്ടം 2 വട്ടമൊക്കെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഇത് നമുക്ക് ബോയിൽ ചെയ്ത് എന്തെങ്കിലും ചട്നിയുടെയൊക്കെ കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പൊളിക്കും. അപ്പോൾ ഇത് നമുക്ക് കെസിയായിക്ക് ഇന്ന് ബോയിൽ ചെയ്ത് കൊടുക്കും, കെസിക്ക് ലിയോണിനും കൂടെ എനിക്ക്. അപ്പോൾ കെസിയാണ് ബാക്കിൽ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അത് മരത്തിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഷോമിയ ഞാൻ കാണിച്ചു തരാം ഗൈസ്. കെസിയ മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യാണ്. എനിവേ താങ്ക് യു കെസി, വെൽക്കം. താങ്ക് യു. അപ്പോൾ നമുക്കിത് ബോയിൽ ചെയ്തിട്ട് പെട്ടെന്ന് വരാം ഗൈസ്. സോ എനിക്ക് ഒരുപാട് ലാസ്റ്റത്തെ വീഡിയോ ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയി. സോ ദിസ് ടൈം ഒരു 5 മിനിറ്റിൽ തീർക്കാം അല്ലേ കെസി? ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് പെട്ടെന്ന് ബോയിൽ ചെയ്യാൻ പാം. ഒരുപാട് ചെടിയും മഴക്കും എല്ലാം അവിടെ നല്ല തറലി ഇത് കഴുകണം. ഞാൻ കുക്കറിലാണ് ഇത് ബോയിൽ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഒരുപാട് സമയമായി. അപ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ബോയിലാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചട്നി ഉണ്ടാക്കാം. ചട്നിക്ക് വേറെ പ്രത്യേകിച്ച് ഭയങ്കര വലിയ ഭീകരമായ ചട്നിയൊന്നുമല്ല. ഇത് ഇത്തിരി സവാള എടുത്തിട്ടുണ്ട്, സവാളയോ ചെറിയ ഉള്ളിയോ എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പം സവാള ഞാനൊരു ഇച്ചിരി ഹാഫേ ഉള്ളൂ. ഇത് നമ്മുടെ ക്വാണ്ടിറ്റി നമ്മൾ തന്നെ, ഇപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ. പിന്നെ ഒരു ഇത്തിരി പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ ഒരിത്തിരി കറിവേപ്പില. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചട്നിയുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇത്തിരി വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. പക്ഷേ നമ്മുടെ മസ്റ്റർഡ് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് ഒലീവ് ഓയിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. ഒരിക്കലും സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യരുത്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ കൂടുതൽ നമ്മുടെ വീട്ടിൽ വലുതായിട്ട് മേടിക്കാറില്ല, കാരണം ഹെൽത്തി അല്ല. സോ അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഞവടിയെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. ഞവടിയെടുക്കുന്നത് നമ്മുടെ കൊല്ലത്തൊക്കെ എങ്ങനെ മിക്സ് ചെയ്യുന്നതിന് ഞവടി എന്നാണ് പറയുന്നത്. അപ്പം ഞാനത് പറഞ്ഞതാണ്. നിങ്ങൾ അത് ബാഡ് വേർഡാണെന്ന് വിചാരിക്കരുത്. പക്ഷേ എനിവേ ഇത് ജസ്റ്റ് മിക്സ് ചെയ്യണം. കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒരു നരി കശക്കി എടുക്കണം. ആ കൈയിരിക്കുന്ന എന്ത് സെൻസിറ്റീവ് സ്കിന്നു എല്ലാം മുറിഞ്ഞായിരുന്നു, കയ്യിൽ നിന്ന് മുറിഞ്ഞായിരുന്നു. അപ്പോൾ ദിസ് ഇസ് ഇറ്റ്. അതാണ് നമ്മുടെ ചട്നി. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. സോ അപ്പം ചട്നി റെഡി. ഇനി ഇതിലൂടെ ഒരു ഇത്തിരി ഉപ്പ് വേണമെങ്കിൽ ഇടാം, ഇല്ലാത്തവർക്ക് വേണ്ട. കാരണം സവാളയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ. ഇതപ്പം ദിസ് ഇസ് നോട്ട് എ ഡിഷ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല ഉപ്പിട്ടില്ലേലും. പക്ഷെ ഉപ്പിടുന്നതാണ് കുറച്ചുകൂടി, ഒരുപാടല്ലേ ഇത്തി. സോ അപ്പോൾ ഇതിന് ബോയിൽ ചെയ്യേണ്ട ഇത് കുക്കായി വരേണ്ട സംഭവം മാത്രമേ ഉള്ളൂ. സോ എന്ന് വെച്ചാൽ ബോയിലായി വരേണ്ടതേ ഉള്ളൂ. സോ ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ ഗൈസ്, നമ്മുടെ മധുരക്കിഴങ്ങ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ എടുക്കാം. തൊലിയൊക്കെ ഓട്ടോമാറ്റിക്കലി അത് ഉരിഞ്ഞു പോയി. സോ അതെടുക്കാം. ഒരുപാട് ഈ വിസിൽ നമ്മൾ എപ്പോഴും നോക്കണം. 3 വിസിലാകുമ്പോഴത്തേക്കും നമ്മൾ നോക്കണം അത് റെഡി ആയിട്ടുണ്ടോ ഇല്ലെന്ന്, അല്ലെങ്കിൽ അത് ചള കുളമായി പോകും ഗൈസ്. വെന്തുതേ ആവി പറക്കുന്നു. യുവർ ഫേവറേറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചട്നി, ലിയോൺ ചട്നി വേണോടാ? വേണ്ട, ലിയോണിന് ചട്നി വേണ്ട, പക്ഷേ കെസിക്കും എനിക്ക് വേണം. അപ്പോൾ നമ്മൾ ഇത് എൻജോയ് ചെയ്തിട്ട് ഇവരുടെ കോച്ചിങ്ങിന് പോകുന്നതായിരിക്കും. ഇപ്പോൾ ടാറ്റാ, വീഴും ചിലപ്പം. നോക്കി പോണേ, വീഴില്ലടാ. അങ്ങനെ ഗൈസ് അവർ കഴിച്ചിട്ട് കോച്ചിങ്ങിന് പോയി. ഞാൻ ബാക്കി നമ്മുടെ എഡിറ്റിങ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പോന്നു. അപ്പോൾ പിന്നെ കുറച്ച് വർക്ക് ഉണ്ട്, നമ്മുടെ ഷോപ്പിൻ്റെ കുറച്ച് വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഞാനും പോകുന്നു. അപ്പോൾ ഗൈസ് സി യു ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.